ശ്രീ കെ സി വേണുഗോപാൽ AICC ജനറൽ സെക്രട്ടറി നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിൽ ചേരുകയാണ്. ശ്രീ കെ സി വേണുഗോപാൽ, വലിയ ത്യാഗമാണ്, വലിയ സഹന സമരമാണ് ദില്ലി കണ്ടത്. ഒരുപക്ഷെ പോയ ഒരു പതിറ്റാണ്ടുകാലം ദില്ലി കണ്ടതിൽ വെച്ച ഏറ്റവും മഹത്തായ സമരം എന്ന് തന്നെ പറയേണ്ടതുണ്ട്. ഓരോ നിമിഷവും അവരോടൊപ്പം ചേർന്നുകൊണ്ട് കോൺഗ്രസിന്റെ ഓരോ നേതാക്കളും CPM-ന്റെ ഓരോ നേതാക്കളും ദേശീയ രാഷ്ട്രീയത്തിൽ നമുക്കെടുത്തു പറയാൻ കഴിയുന്ന അഭിമാനമുള്ള ഒരുപാട് പേരുകൾ സമ്മാനിച്ച ഒരു സമരം കൂടിയാണ് ഈ കടന്നുപോയത്. എന്തുകൊണ്ടാണ് കേന്ദ്രത്തിന് മുട്ടുകുത്തേണ്ടി വന്നത്? പരമാവധി ശ്രമിച്ചു, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയല്ലാതെ മറ്റെന്തുമാകാം എന്ന് പറഞ്ഞു, എന്നിട്ടും മുട്ടുകുത്തേണ്ടി വന്നു. അതങ്ങനെയാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് അന്തിമമായി വിജയിക്കും നമ്മുടെ നാട്ടിൽ. ഇന്ത്യ ജനാധിപത്യത്തെ ഏറ്റവും കൂടുതൽ സ്വീകരിച്ചൊരു മഹത്തരമായ രാജ്യമെന്ന നിലയിൽ ആരൊക്കെ അതിനെ തകർക്കാൻ ശ്രമിച്ചാലും അന്തിമ വിജയം ജനാധിപത്യത്തിനായിരിക്കും എന്നുള്ളത് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഈ സമരത്തെ ഗവൺമെന്റ് നേരിട്ട രീതി ആദ്യം മുതലേ മനസ്സിലാക്കിയാൽ അവർക്ക് പരമപുച്ഛമായിരുന്നു. ഇത് CBSE നീറ്റ് എക്സാമിനേഷൻ ലീക്ക് ഇന്നവർ പ്രഖ്യാപിച്ച് കഴിഞ്ഞ 2-3 ദിവസക്കാലമായിട്ട് അവർ നെട്ടോട്ട് ഓടുകയായിരുന്നല്ലോ പ്രഖ്യാപനങ്ങളുമായിട്ട്. എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ, എന്തെല്ലാം നിയമനിർമ്മാണങ്ങളുടെ രീതികൾ. കഴിഞ്ഞ 12 കൊല്ലക്കാലം ഈ പ്രശ്നം ഉന്നയിച്ച് നിൽക്കുമ്പോൾ അവരെവിടെയായിരുന്നു? 20 വിദ്യാർത്ഥികൾ അവരുടെ സ്വപ്നങ്ങളുമായി ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ഇവരെവിടെയായിരുന്നു? എവിടെയുമായിരുന്നില്ല. അവരുടെ അഹന്തയും ധിക്കാരവും ധാർഷ്ട്യവും അതുപോലെ തന്നെ അഴിമതിയും കെടുകാര്യസ്ഥതയും നിറഞ്ഞൊരു ഭരണകൂടത്തിന്റെ പ്രതിഫലനവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടി പ്രതിപക്ഷം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയായിരുന്നു. ഈ പരീക്ഷകളിലെ ചോർച്ച അവസാനിപ്പിക്കണം, പരീക്ഷകളുടെ വിശ്വാസ്യത നേടിയെടുക്കണം. കാരണം ഒരു പാവപ്പെട്ട വിദ്യാർത്ഥികൾ അവരുടെ ഭാവിയാണ് ഓരോ പരീക്ഷയിലും അർപ്പിക്കുന്നത്. അവരുടെ സ്വപ്നങ്ങളാണ്, ജീവിതത്തെക്കുറിച്ചുള്ള മുഴുവൻ സ്വപ്നങ്ങളാണ് അർപ്പിക്കുന്നത്. അതിനെ മുഴുവൻ കരിച്ചു കളയാൻ തീരുമാനിച്ചിട്ട് പരീക്ഷാ പേപ്പർ ചോർച്ച ഒന്നിന് പിറകെ ഒന്നായി 100 കണക്കിന് പരീക്ഷാ ചോർച്ചകൾ ഈ കാലഘട്ടത്തിൽ വരുമ്പോൾ ഇതെല്ലാം നിസ്സംഗതയോടെ നോക്കി നിൽക്കുന്ന ഗവൺമെന്റ്, ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന മന്ത്രി, ഇതിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആവശ്യപ്പെടുന്നവര് മോശക്കാരാക്കി മാറ്റാൻ എല്ലാത്തിനും ഒറ്റമൂലിയുണ്ടല്ലോ, വർഗീയത അവരെ ആളിക്കത്തിക്കുക, അതിനെ നേരിടാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഉന്നയിക്കുന്നവരെ മോശക്കാരാക്കുക. ഇതായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് ഇന്ത്യയിലെ വിദ്യാർത്ഥികള്, യുവത അതിമനോഹരമായി മറുപടി കൊടുത്തു. ഞാൻ അവരെ സല്യൂട്ട് ചെയ്യാണ്. ഇന്ത്യയിലെ സ്റ്റുഡൻസ്, നമ്മൾ അവരെ കുറിച്ചൊക്കെ പറയാറുണ്ടല്ലോ, തീർത്തും രാഷ്ട്രീയ ബോധമുള്ള 15 വയസ്സ് മുതൽ അങ്ങോട്ടുള്ള വിദ്യാർത്ഥികളാണ് ഈ സമരത്തിൽ ഏറ്റവും കൂടുതൽ അണിനിരന്നത്. യുവതയാണ് അണിനിരന്നത്. അവരുടെ നിശ്ചയദാർഢ്യം, എന്തെല്ലാം പീഡനങ്ങൾ സഹിച്ചു. അവർക്ക് രാഷ്ട്രീയത്തിന്റെ ഒരു കൊടി ഉണ്ടായിരുന്നില്ല. ആരും അവരോട് കൊടി പിടിക്കാൻ ആവശ്യപ്പെട്ടിട്ടുമില്ലായിരുന്നു. അവര് ഒറ്റക്കെട്ടായി അണിനിരന്നു. ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അവരുടെ പിന്നിലാണ് ഞങ്ങൾ അണിനിരന്നത്. ആ വിദ്യാർത്ഥികളുടെ, ആ യുവതയുടെ പിന്നിലാണ് ഞങ്ങൾ അണിനിരന്നത്. കാരണം അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണ്, ജെന്യൂനാണ്. ഞങ്ങൾ കുറെ നാളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. റെസിഗ്നേഷൻ, അതിനുശേഷം ചർച്ച എന്നുള്ളത്. റെസിഗ്നേഷൻ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. പക്ഷേ എങ്ങനെയാണ് പോലീസ് ഈ അതിക്രമം നടത്തിയത്? എങ്ങനെയാണ് പ്രതിപക്ഷത്തിന് നേരെ അടക്കം ഈ അതിക്രമം നടത്തിയത്? എങ്ങനെയാണ് മുള്ളുവെച്ച ലാത്തി പ്രയോഗിക്കപ്പെട്ടത്? എങ്ങനെയാണ് സ്ത്രീകൾക്കെതിരെ അതിക്രമം ഉണ്ടായത്? എങ്ങനെയാണ് നെയിം ബോർഡ് ഇല്ലാത്ത പോലീസുകാർ അവിടെ ഉണ്ടായത്? എങ്ങനെയാണ് യൂണിഫോം ഇല്ലാത്ത പോലീസുകാർ അവിടെ ഉണ്ടായത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ പാർലമെന്റിൽ ഉന്നയിക്കില്ലേ? ഇതിനെല്ലാം എണ്ണി ഞങ്ങൾ മറുപടി പറയിപ്പിക്കും. ഇത് ആദ്യം എന്തായിരുന്നു? തിങ്കളാഴ്ച ഞങ്ങൾ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. അവർക്ക് അക്ഷരം വേണ്ടിയില്ല. അപ്പൊ തന്നെ സഭ പിരിച്ചു വിട്ടു. തിങ്കളാഴ്ചയാണ് പിന്നെ ആക്രമണം ഉണ്ടാകുന്നത്. വീണ്ടും ചൊവ്വാഴ്ച വീണ്ടും സംഭവങ്ങൾ ആവർത്തിച്ചു. ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിലേക്ക് ഞങ്ങൾ കടന്നു കയറി എന്നൊക്കെ പറഞ്ഞോട്ടെ. പക്ഷേ ഞങ്ങൾക്കറിയാമായിരുന്നു സമാനതകളില്ലാത്ത ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ സമാനതകളില്ലാത്ത ആക്ഷൻ വേണം തീരുമാനിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ അങ്ങനെ പോയത്. ഞങ്ങളെ കൈകാര്യം ചെയ്ത രീതി നിങ്ങളെല്ലാം കണ്ടതാണല്ലോ. ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിനെ പോലും ഞങ്ങളടക്കമുള്ള MP-മാരെ എങ്ങനെ ഈ ഡൽഹി പോലീസ് കൈകാര്യം ചെയ്തു. അതിലൊന്നും ഞങ്ങൾക്ക് വിഷമമില്ല. കുട്ടികളെ കൈകാര്യം ചെയ്ത രീതി കണ്ടവരല്ലേ നമ്മള്. അതിനപ്പുറം എന്താ ഉള്ളത്? ആ പാവപ്പെട്ട കുട്ടികളോട് താങ്കളിപ്പോ പറഞ്ഞതുപോലെ കാണിച്ച ആ ക്രൂരത. അപ്പോ അതിനകത്തൊരു സംശയമില്ല. ഇതിനെല്ലാം എണ്ണി പരിഹാരം കാണണം. ഈ ആക്രമിച്ച ഈ കുട്ടികളെ, നിരപരാധികളായ കുട്ടികളെ പോലും, അല്ലെങ്കിൽ സമരം ചെയ്യാൻ വന്ന കുട്ടികളെ ഈ ക്രൂരമായിട്ട് ഹീനമായി ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം നിയമത്തിന്റെ മുന്നിൽ വന്നേ മതിയാകൂ. ഇനി ഇത് ആവർത്തിക്കാൻ പറ്റില്ല. നിയമം അവർക്ക് ബാധകമാക്കണം. അതുപോലെ തന്നെ കൃത്യമായിട്ട് ഇവർ പുതിയ നിയമനിർമ്മാണം പറഞ്ഞു. ഞങ്ങൾ നോക്കട്ടെ, ബില്ലിലെ പ്രൊവിഷൻസ് ഒക്കെ നോക്കട്ടെ. പഴുതടച്ച നിയമനിർമ്മാണം വേണം. അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ തിങ്കളാഴ്ച രാവിലെ 9:45
നമ്മുടെ പ്രതിപക്ഷ കക്ഷികളുടെ യോഗം പാർലമെന്റിൽ മല്ലികാർജ്ജുന ഖാർഗെജിയുടെ മുറിയിൽ ചേരുന്നുണ്ട്. അവിടെ വെച്ച് ഞങ്ങൾ കൃത്യമായ നിലപാടെടുക്കും. ഇന്ത്യ സഖ്യവും അതുപോലെ തന്നെ പ്രതിപക്ഷ കക്ഷികളും നടത്തിയ ഏറ്റവും വലിയ പോരാട്ടത്തിന്റെ വിജയം കൂടി തന്നെയാണിത്. ഞങ്ങൾ കുട്ടികളോടൊപ്പമായിരുന്നു. അവരുടെ ഡിമാൻഡായിരുന്നു ഞങ്ങളുടെ ഡിമാൻഡ്, രാജ്യത്തിന്റെ ഡിമാൻഡായിരുന്നു ഞങ്ങളുടെ ഡിമാൻഡ്. ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ, CJP എന്ന പാർട്ടിയെ കോൺഗ്രസ് അത് അവർക്ക് അർഹമായ ഒരു അക്നോളജ്മെന്റ് നൽകില്ലേ? എന്തുകൊണ്ടാണ് CJP എന്നൊരു പേര് ഉന്നയിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധികൾ ഉണ്ടോ കോൺഗ്രസിന്? അങ്ങനെയൊന്നും അതിനെ വ്യാഖ്യാനിക്കേണ്ടതായിട്ടില്ല. ഇത്തരം മൂവ്മെന്റുകൾ മുൻപും ഉണ്ടായിട്ടുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യ രാജ്യത്ത്. ഈ മൂവ്മെന്റുകളെ ഒന്നും ഞങ്ങൾ ചെറുതായിട്ടൊന്നും കാണുന്നില്ല, വില കുറച്ച് കാണുക, അവരെ അവമതിക്കാനും തയ്യാറാവുന്നില്ല. പക്ഷെ ഇവര് മൂവ്മെന്റ് ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പ്രശ്നങ്ങളുമായി ഞങ്ങൾ വന്നിരുന്നു. ഇപ്പം പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ അവരുടെ വേദിയിൽ പോകുന്നില്ല. പോയിരുന്നൊക്കെ പറഞ്ഞേനെ, രാഹുൽ ഗാന്ധി വന്ന് അത് ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്, രാഷ്ട്രീയം കൊണ്ടുവരികയാണ്, ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ഒരു അട്ടിമറി സമരമായിട്ട് ഇത് കൊണ്ടുവരുമായിരുന്നു, ഇതൊക്കെ പറയായിരുന്നല്ലോ. അതിനൊന്നും അവസരം കൊടുത്തില്ല. ഞങ്ങൾ ശക്തമായിട്ട് സമരം ചെയ്തു. ഇന്ത്യ കണ്ടിട്ടില്ലാത്ത, വർഷങ്ങൾക്ക് ശേഷം കണ്ടിട്ടില്ല സമാനതകളില്ലാത്ത സമരം ഞങ്ങൾ നടത്തി, പോരാട്ടങ്ങൾ നടത്തി, പാർലമെന്റ് അകത്ത് നടത്തി, പുറത്ത് നടത്തി, ഇന്ത്യ ഒട്ടുക്കും നടത്തി, ഇന്ത്യയിലെ എല്ലാ പട്ടണങ്ങളിലും നടത്തി. ഇതെല്ലാം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ കോഴ്സിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ, ആ കാര്യം സംശയമില്ല. ആരെയും വില കുറച്ച് കാണിക്കാനോ ആരെയും മോശമാക്കാനോ ഒന്നും ഞങ്ങൾ തയ്യാറാവുന്നില്ല. എന്തിന്റെങ്കിലും ക്രെഡിറ്റ് എടുക്കാനും ഞങ്ങൾ അമിതമായി അവകാശപ്പെടാറില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോ, ധാർഷ്ട്യം എന്ന് പറഞ്ഞത് തന്റെ മുഖമുദ്രയാക്കി മാറ്റിയ 56 ഇഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ പരാജയമാണിത്. അദ്ദേഹം തല കുനിച്ച് മുട്ടുമടക്കി നിൽക്കുന്ന കാഴ്ചയാണ് ഇന്ന് കാണാൻ കഴിഞ്ഞത്. ആ ധാർഷ്ട്യത്തിനേറ്റ തിരിച്ചടിയാണ്. വളരെയധികം നന്ദി ശ്രീ KC വേണുഗോപാൽ. വലിയ തിരക്കുള്ള ഈ ദിവസവും ഞങ്ങളോട് ഈ സമയത്ത് സംസാരിച്ചതിന്. ഡിബേറ്റ് വിത്ത് മാധു സജി.